എല്ലാത്തിനും ജെൻസിക്ക് കുറ്റമാണ്. ജെൻസിയുടെ ഡ്രസ്സിന് കുറ്റമാണ്, ജെൻസിയുടെ ആറ്റിറ്റ്യൂഡിന് കിട്ട അവർ കാണുന്ന കൊറിയൻ മൂവീസിന് കുറ്റമാണ്. അക്രമവാസന ജെൻസികളിൽ ചില സ്ഥലങ്ങൾ കൂടുന്നുണ്ട്. ബാത്റൂമിൻ്റെ കഥകിലൊരു ഹോള് കണ്ടു. വളരെ നല്ല കുഞ്ഞ്, നല്ല മോൻ, നല്ല പഠിക്കും, നല്ല അനുസരണശീലം. പക്ഷേ അവൻ അവിടെ ക്യാമറ വെച്ച് പിടിക്കുകയായിരുന്നു അമ്മയുടെ. എന്താണ് അമ്മ ഫോൺ വീഡിയോസ് എന്ന് എൻ്റെ മോൻ ചോദിക്കുന്നത്. ഇപ്പോൾ അവൻ അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത കുട്ടിയാണ്, ഒരിക്കലും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. പേരൻസും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറവാണ്. എല്ലാവരും ഫോണിലാണ്, പേരൻസും ഫോണിലാണ്, കുട്ടികളും ഫോണിലാണ്, എല്ലാവരും എല്ലാം ഫോണിൽ നിന്നാണ് അറിയുന്നത്. പക്ഷെ അത് കറക്റ്റാണോ? ആ അറിവുകൾ ശരിക്കുള്ളതാണോ? പീരീഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് എൻ്റെ പാവാടയിലായിരിക്കും. ഐ കനോട്ട് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, യു സ്റ്റാൻഡപ്പ്, ഐ നോ അബൌട്ട് ഇറ്റ്. എനിക്കറിയാം, എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഉള്ളതാണിത്. അപ്പൊ അതിൽ ബാക്കിയുള്ള 4 കുട്ടികളിൽ ഒരാൾക്കും കൂടെ അറിയാം, ബാക്കി 2 പേർക്കും അറിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇരിക്കും. സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിത ഇങ്ങനെ ഇരുന്നാ സദ്യ കഴിക്കുന്ന, അടിയിൽ ഫോൺ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഈ സിറ്റുവേഷൻസ് ഒക്കെ പാരന്റ്സിന് മാനേജ് ചെയ്തൂടെ? ഇപ്പൊ എല്ലാ ആൺകുട്ടികളെയും ഞങ്ങൾ അമ്മമാര് പഠിപ്പിച്ച് കഴിഞ്ഞു ജോലി എടുക്കാൻ. പക്ഷെ അതേസമയം അതേ പ്രായത്തിലുള്ള പെൺകുട്ടികളെ നിങ്ങൾ ജോലി എടുക്കണ്ട, നിങ്ങൾ പഠിച്ച് മിടുക്കരാവൂ എന്ന് പറയുന്ന വീടുകളുണ്ട് ഇപ്പോൾ. പാരന്റിങ് പറയുമ്പോൾ ഇപ്പം ഓരോ കാര്യം മകനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഒരു വീഡിയോ എന്നതിലപ്പുറം അല്ലാണ്ട് തന്നെയും ഞാനത് ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, വീഡിയോയ്ക്കാണോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം, മോന് ഏകദേശം ഒരു 14-15 വയസ്സ്. ആ കുട്ടി അത് ശ്രദ്ധിച്ചുകൂടെ കേട്ടിരിക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് വീഡിയോയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇത് കഴിഞ്ഞു എനിക്ക് പോവാം എന്നുള്ളൊരിതൊന്നുമില്ല. അവൻ്റെ ആ ഇതില് അവനത് കേൾക്കാൻ തൽപരനാണ്. അതെ, അതുകൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ അവൻ അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത കുട്ടിയാണ്, ഒരിക്കലും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിൽ, അതായത് അവൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഞങ്ങൾ ചെറിയ ചെറിയ ഇഷ്യൂസ് വരെ, എന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ ബാധ്യത, ഞങ്ങളുടെ EMI ഒന്നും ഡിസ്കസ് ചെയ്യുന്നല്ല, ഞങ്ങളുടെ ട്രോമ അതല്ല, പക്ഷെ ചെറിയ ചെറിയ ലോക കാര്യങ്ങൾ ഇവനുമായി ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഒരു സംഭവം ഉണ്ട്, അവൻ ഇങ്ങനെ ക്യൂരിയസ് ആണ്, ചോദിക്കാൻ എന്തോ അങ്ങനെ ഉണ്ടായിരുന്നു, ഇതെന്തോ അങ്ങനെ സംസാരിച്ച് ഞങ്ങൾക്ക് ഓപ്പൺ അപ്പ് ചെയ്യാം. എനിക്കായാലും ഹസ്ബൻഡിനായാലും അവനോട് ഓപ്പൺ അപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ പാരൻറ്റിങ്ങിൻ്റെ, എൻ്റെ ഉമ്മായും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് എന്നെ വളർത്തിക്കൊണ്ടത്. അതുകൊണ്ട് എനിക്കത് ഈസി ആയിരുന്നു. ആ ഒരു പാത്തിലേക്ക് തന്നെ പോകാൻ എനിക്ക് ഈസി ആയിരുന്നു. ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ICSE സിലബസാണ്. അപ്പോൾ എന്തൊക്കെയോ പേപ്പേഴ്സ് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഫാദർ പ്രവാസിയാണ്, വീട്ടിൽ എനിക്ക് സഹോദരങ്ങളില്ല. അപ്പം ഞാൻ ചുമ്മാ ഇതൊക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല, എന്താ അറിയാത്ത, നിനക്കത് വായിക്കാൻ അറിയാമോ? അറിയാം. അതിൻ്റെ ഉത്തരങ്ങൾ നിനക്കല്ലേ അറിയത്തുള്ളൂ, നിൻ്റെ പറ്റിയുള്ള എഴുതിക്കോ. അപ്പം ഞാൻ തെറ്റിപ്പോയി എന്ത് ചെയ്യും? എനിക്ക് പെട്ടെന്നുണ്ട് തെറ്റിപ്പോയി, നമുക്ക് അപ്പം നോക്കാം. ഇതായിരുന്നു ഉമ്മയുടെ ഒരു ഇത്. ഈ ഒരു സാധനം എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എപ്പോഴും ഉണ്ട്. ഭാഗ്യത്തിന് ടച്ച് വുഡ് അൽഹംദുലില്ലാ എൻ്റെ ഹസ്ബൻഡും അത് തന്നെയാണ്, നീ ചെയ്യ്, പിന്നെ നമുക്ക് നോക്കാം. ആ ഒരു സാധനം ഞങ്ങൾ കുഞ്ഞിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴായാലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അവൻ്റെ ക്യൂരിയോസിറ്റികൾ, അതിന് ഞങ്ങൾ സമയം കണ്ടെത്തി ഇരുന്ന് ക്ഷമയോടെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പം അവനൊരു നല്ല കേൾവിക്കാരനായി. ഒരു മനുഷ്യനൊരു നല്ല കേൾവിക്കാരനാകുക എന്നുള്ളത് വലിയൊരു ഒരു സമ്പാദ്യമാണ്. അയാളുടെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നല്ലൊരു പ്രാസംഗികൻ ഫസ്റ്റ് ഒരു കേൾവിക്കാരനായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കേട്ടിരിക്കുന്നവന് മാത്രമേ നാളെ ഇത് വേറൊരാളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ മോൻ അത്യാവശ്യം പ്രസംഗിക്കുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കളക്ട്. പിന്നെ അവൻ തന്നെ ഇപ്പം എൻ്റെ മോന് ഫോണില്ല, ഞങ്ങൾ ഫോൺ കൊടുത്തിട്ടില്ല. അപ്പോൾ അവന് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉണ്ട്. അവന് അക്കൗണ്ട്സ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അവന് ഒരു TV ഷോ ഒക്കെ ചെയ്ത കുട്ടിയായതുകൊണ്ട് അക്കൗണ്ട്സ് ഉണ്ട്. പക്ഷെ അത് ഞങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവന് ആ അക്കൗണ്ടിൽ എന്താണ് ഇടുന്നത് അങ്ങനെ അവന് അറിയത്തുപോലില്ല. പക്ഷേ അവന് എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണിത്, ഈ ഫോണില്ലെങ്കിൽ കുട്ടി എങ്ങനെ ലോക വിവരം പരിചയമുണ്ടാകും? എല്ലാവരും എല്ലാം കാണുന്നത്, പിയർ ഗ്രൂപ്പ് മൊത്തം കാണുന്നത് ഫോണിലല്ലേ. അവൻ TV കാണും. TV-യിൽ അവന് വേണ്ട എന്ത് ജനറൽ നോളജ് വേണമെങ്കിലും ന്യൂസ് വേണമെങ്കിലും യൂട്യൂബിൽ കൂടെയൊക്കെ കാണാം. പക്ഷെ കാണുമ്പോൾ നമ്മളെല്ലാവരും അത് കാണുന്നുണ്ട്. അവൻ പ്രൈവറ്റായ ഒരു സ്പേസിൽ അത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൻ ഈ ഞങ്ങൾ പറയുന്ന ബിറ്റ്സ് ആൻഡ് പീസസിന്റെ ബാക്കി അവൻ കൂട്ടിച്ചേർത്തോളും, അവൻ കണ്ടെത്തിക്കോളും ഉത്തരങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവനിങ്ങനെ കേട്ടിരിക്കാനും കഥ കേൾക്കാനും അവന് പണ്ടേ ഇഷ്ടമാണ്. അല്ലാതെ ഇതിനു വേണ്ടി ചെയ്യുന്നതല്ല. അവന് പറഞ്ഞു കൊടുക്കാനുള്ള, ഞാൻ പറയും ഇപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറയും, മോനെ ഇന്നൊരു കാര്യം പറഞ്ഞു തരാം, ആ വീഡിയോ എടുക്കാം. അപ്പം സ്പോണ്ടേനിയസ് ആയതുകൊണ്ട് അവൻ പറയുന്ന റിപ്ലൈസ് ഒക്കെ റിയൽ ആണ്, സ്ക്രിപ്റ്റഡ് അല്ല. ഞങ്ങൾ സ്ക്രിപ്റ്റഡ് അല്ല, ഒറ്റ ടേക്കാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പം ഏറ്റവും വലിയ നമ്മളിപ്പോൾ ഒരു കൗമാരക്കാരുടെ അച്ഛനും അമ്മയൊക്കെ നേരിടുന്ന കുറേ വെല്ലുവിളികളുണ്ട്. നമ്മൾ നേരിട്ട വെല്ലുവിളികൾ വ്യത്യസ്തമാണ്. ഇപ്പം നമ്മൾക്ക് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയില്ല. നമ്മുടെ കാലത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഉമ്മ വെച്ചാൽ കൊച്ചുണ്ടാവും എന്ന് കരുതിയിരുന്ന ഒരു പ്രായക്കാരാണ് നമ്മൾ, ആ ഒരു ഇതിൽ നിന്ന് വന്നവരാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അറിയാം. പക്ഷെ നമുക്കിതുവരെ പഠിപ്പിച്ച്, പണ്ട് പാഡ് എന്ന് പറയാനോ പീരിയഡ്സ് ആയെന്ന് പറയാനോ പറ്റത്തില്ല, പുറത്തായി എന്നേ പറയത്തുള്ളൂ. അങ്ങനെ ഇപ്പം അങ്ങനെയല്ല. പാഡ് ഉണ്ടെങ്കിൽ മറ്റേ സിനിമയിലൊക്കെ അതൊരു വലിയ
സീൻ തന്നെയാണ് അച്ഛൻ കൊണ്ടുവന്ന് മകൾക്ക് പാട് കൊടുക്കുന്നത്, പരസ്യങ്ങൾ. എനിക്കൊക്കെ വർഷങ്ങൾക്ക് മുന്നേ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ പീരീഡ്സ് ആയപ്പോഴേ അപ്പനാണ് മൊത്തം കാര്യങ്ങൾ വെച്ചാൽ എന്റെ കരച്ചിൽ കാണുമ്പോൾ വിഷമം വരും, അപ്പൊ തന്നെ എടുത്ത് ആശുപത്രി കൊണ്ടു. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പറയുന്നതിന് പ്രശ്നമില്ല. ഈ പറയുന്ന പോലെ എനിക്ക് പീരീഡ്സ് ആയി, അല്ലെങ്കിൽ എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ തന്നെ വീട്ടുകാർക്ക് വെപ്രാണ്. അത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന ചേച്ചി പറഞ്ഞുള്ള സെക്സ് എഡ്യൂക്കേഷൻ, സ്ത്രീകളെ ബഹുമാനിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ? ഇത് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ വീട്ടിൽ. അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഒരു ചെറിയ ഈ പറഞ്ഞ പ്രിവിലേജ് സൊസൈറ്റി ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ അറിയുന്ന ഒരു ചെറിയ സമൂഹത്തിൽ അവൻ്റെ ഫ്രണ്ട്സ്, അവൻ്റെ ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ, ഇപ്പം എനിക്കൊരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം ഷണ്ണവണ്ണില്ലേ, പെൺകുട്ടികളുടെ പീരീഡ്സിനെ പറ്റി വീട്ടിലറിയാം, പക്ഷെ പല ആൺകുട്ടികൾക്കും അതിനെപ്പറ്റി അറിയില്ല. എനിക്ക് എൻ്റെ ഒരു പറഞ്ഞെന്നാ നീണ്ടുപോകും, പക്ഷെ എന്നാലും ഞാൻ പറയാം, എൻ്റെ മോൻ്റെ തന്നെ ക്ലാസ്സിൽ ഒരു കുട്ടി ഒരിക്കൽ കടന്നിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. 6-ലോ 7-ലോ അങ്ങണ്ട, അത്രയും ചെറിയ കുട്ടികളാണ്. അപ്പം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഈ കൊച്ചു പറയുന്നില്ല, ശരിക്കും അവൾക്ക് പീരീഡ്സ് ആയിട്ട് അവൾക്ക് സ്കേർട്ടിലായിട്ടുണ്ട്. അപ്പോൾ ഇവർ 4 കുട്ടികളും ഈ പെൺകുട്ടിയെ മാത്രമേ ക്ലാസ്സിലുള്ളൂ, ബാക്കി എല്ലാവരും എന്തോ കളിക്കാനെന്തോ പോയി. അപ്പോൾ വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് ഇങ്ങനൊരു സംഭവമാണ്, നിങ്ങൾക്ക് അറിയത്തില്ല, പീരീഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് എൻ്റെ പാവാടയിലായിരിക്കും, ഐ കനോട്ട് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, യു സ്റ്റാൻഡപ്പ്, ഐ നോ അബൌട്ട് ഇറ്റ്, എനിക്കറിയാം, എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഉള്ളതാണിത്. അപ്പം അതിൽ ബാക്കിയുള്ള 4 കുട്ടികളിൽ ഒരാൾക്കും കൂടെ അറിയാം, ബാക്കി 2 പേർക്കും അറിയില്ല. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇരിക്കും, എനിക്ക് പീരീഡ്സ് ആണ് മോനെ, നമ്മിങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത് ഇങ്ങനെ വന്ന വേദന ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പം അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ 2 പിള്ളേരും കൂടെ പോയി അവിടെ പാഡൊക്കെ, സ്കൂളുകളിൽ പാഡ് അവൈലബിൾ, മിസ്സിനോട് പറയോ പാഡൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് അവളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്തു. ആൺകുട്ടികളെയാണ് ആദ്യം ഇതിനെ എഡ്യൂക്കേറ്റഡ് ആക്കേണ്ടത്. അപ്പോഴാണ് അവർ ആ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഈ പെൺപിള്ളേർക്ക് കൊടുക്കുന്നത്. ഇത് പറയുമ്പോൾ ചോദിക്കുന്നത് പെൺപിള്ളേർക്ക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ വേണോ എന്ന്, അതിലല്ലേ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ വേണം. ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽപ്പെട്ടാൽ അവനും വേണം കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു പോളിസി. അത് ഞങ്ങൾക്കൊരു മോനാണ്, പക്ഷേ ഒരു മോളായിരുന്നെങ്കിലും ഞങ്ങൾ ഇതെല്ലാം തന്നെ ചെയ്യുമായിരുന്നു, ഇതെല്ലാം തന്നെ പറഞ്ഞു. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം പേരൻസും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറവാണ്. എല്ലാവരും ഫോണിലാണ്, പേരൻസും ഫോണിലാണ്, കുട്ടികളും ഫോണിലാണ്, എല്ലാവരും എല്ലാം ഫോണിൽ നിന്നാണ് അറിയുന്നത്. പക്ഷെ അത് കറക്റ്റാണോ? ആ അറിവുകൾ ശരിക്കുള്ളതാണോ? അതാണോ അറിയേണ്ടത്? ഇവിടെയാണ് പ്രശ്നം. ചേച്ചി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മോന് ഫോൺ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് എനിക്കത് കേൾക്കുമ്പോൾ ഓക്കെ ഒരു അത്ഭുതമുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ചേച്ചി തമാശക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പ്രിവിലേജ്ഡ് സൊസൈറ്റി ജീവിക്കുന്നവരുടെ കുട്ടികൾക്ക് ഫോണില്ല എന്ന് കേൾക്കുമ്പോൾ, അതും ഐഫോൺ, ഐഫോൺ അതന്നെ, അതില്ല എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക്, കാരണം നമ്മുടെ വീട്ടിലെ കുഞ്ഞിന് പോലും ജനിക്കുമ്പോൾ മുതലും കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. വൈകുന്നേരം സ്കൂൾ വിട്ട് തന്നെ കഴിഞ്ഞാൽ മമ്മ TV കാണണ്ട, മൊബൈൽ എടുത്ത് ഗെയിം കളിക്കാം. നമ്മൾ അഡിക്റ്റഡ് ആണ് കുട്ടികൾ. ഇങ്ങനെയുള്ള അഡിക്ഷൻ നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ പേരൻറ്റിന് സംസാരിക്കാൻ സമയമില്ല. ഇവർ കണ്ടെത്തി ആകെ കൂടെ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ എന്ത് ചെയ്യുമായിരിക്കും, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എടുത്ത് കൊടുക്കുമായിരിക്കും. അതിലപ്പുറം ഒന്നുമില്ല. ഇതിന് കാരണം എന്താകാം? ഇത് നമുക്ക് എങ്ങനെയായിരിക്കാം ഒന്നൊന്ന് അത് കുറച്ച് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് തടയാൻ സാധിക്കും. ഇവിടെയാണ് പ്രശ്നം. ഇങ്ങനെ ഒരു പരിധി വരെ ഒരു ഫോൺ യൂസും പരിധി കഴിഞ്ഞൊരു ഫോൺ യൂസും അതില്ല. വൺസ് എ ഫോൺ യൂസർ ഓൾവേസ് എ ഫോൺ യൂസർ. അതൊരു ഈ ഡ്രഗ്സ് ഒക്കെ അടിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ചെറിയ കള്ളം വലിയ കള്ളം എന്നില്ലാത്ത പോലെ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയ കുട്ടികൾ അതിനകത്ത് ആകർഷ്ടരാകും. TV, നമുക്കൊക്കെ TVയിലോട്ട് ഒരു ആകർഷണമില്ലേ? എൻ്റെ മോനൊക്കെ TVയിലോട്ട് ഒരു ആകർഷണമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവൻ TV കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ലിമിറ്റ് വെക്കാനും എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഫോൺ അങ്ങനെയല്ല, സ്വകാര്യതയാണ്. ഈ കണ്ണുകളും ഇത്രയും ദൂരത്തിലുള്ള സ്വകാര്യതയുണ്ട് അതിന്. ആ സ്വകാര്യതയിൽ കുട്ടി എൻ്റെ മുന്നിൽ, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുന്നിൽ കണ്ടിട്ടുണ്ട് എന്നോട് സംസാരിക്കുന്ന പേരൻസ് ഇപ്പുറത്ത് നിന്ന് കുട്ടി കാണുന്നത് വളരെ വലിയൊരു വഷളത്തരമായിരുന്നു. കൊച്ചുകുട്ടിയാണ്. കുട്ടിക്ക് ഫോൺ വിലടിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ കൊണ്ടുവരുന്നതിനിടെ കുട്ടി ടക്ക് 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 ഞെക്കി അതെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇത് ടെക്നോളജിയൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, അവർക്ക് പെട്ടെന്ന് ചെയ്യാനും അറിയാം. പിന്നെ കുട്ടികളെ ഇതിപ്പോൾ പറഞ്ഞില്ലേ, കാർട്ടൂൺ വെച്ച് കൊടുത്ത് ഭക്ഷണം കൊടുക്കുന്നു. സത്യം, ഏതൊരു ഹോട്ടലിൽ പോയിക്കോട്ടെ ഒരു കുട്ടിയുടെ മുമ്പിൽ ഒരു ഫോൺ കാണും, അതിന് വാരിലോട്ട് എന്തോ സാധനം വാരി വെച്ച് കൊടുക്കുന്നത്. അതിന് അതിൻ്റെ പേര് പോലും അറിഞ്ഞൂടാ, തിന്ന സാധനത്തിൻ്റെ പേര് ചോറ് എന്നാണെന്ന് പോലും അറിയാത്ത കുട്ടി. ഈ അടുത്തിടെ ഞാനൊരു വിവാഹത്തിന് പോയി, കുറച്ച് വലിയൊരു മുതിർന്ന പെൺകുട്ടിയാണ്, എല്ലാവരും സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഇങ്ങനെ ഇരുന്നാൽ സദ്യ കഴിക്കുന്ന അടിയിൽ ഫോൺ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സിറ്റുവേഷൻസ് ഒക്കെ പാരൻസിന് മാനേജ് ചെയ്തൂടെ? തീർച്ചയായിട്ടും ചെയ്യാം. അത് വിലക്കാം, അത് പറ്റില്ല എന്ന് പറയാം. അവർക്ക് ഇത്രയും കൊച്ചു കുട്ടികൾക്ക് ഇത്രയും ഉള്ള സൊഫസ്റ്റിക്കേറ്റഡ് ഫോൺസ് എന്തിനാണ്? ഇനി ട്യൂഷന് പോകുന്നു, അവനൊരു സാധാരണ ഫോൺ വാങ്ങിച്ചു കൊടുക്കാമല്ലോ. അതായത് ടച്ച് സ്ക്രീനൊന്നും ഇല്ലാത്ത ഒന്നും.
നമ്മളും ഒക്കെ വളർന്നപ്പോൾ എല്ലാം ഒന്നും സംഭവിച്ചില്ലല്ലോ, ഫോണില്ലാതെ വളർന്ന് ഇനിയും വളരാം. അല്ല ചേച്ചി, അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ അവിടെ നിലനിൽപ്പുണ്ടേ. ഇപ്പം പറഞ്ഞ ടെക്നോളജി ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ പിള്ളേർക്ക് പെട്ടെന്ന് നമ്മളെ കഴിഞ്ഞ് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം ഇത് നമ്മൾക്ക് ഫോൺ കൊടുത്താലും ഇത് ഇന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമാണ് എന്ന് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഇത് ഡയറക്ഷൻസ് കൊടുക്കും. പക്ഷെ അത് എത്ര പേര് സ്റ്റിക്ക് ഓൺ ചെയ്യും എന്നുള്ളതാണ്. ഈ പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയില്ലേ, ചുറ്റുമുള്ളവർ പറയടാ ഞാൻ അത് കണ്ട്, ഞാൻ ഇത് കണ്ട്, ഞാൻ മറ്റേത് കണ്ട്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്താണ് അമ്മ പോൺ വീഡിയോസ് എന്ന് എൻ്റെ മോൻ ചോദിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, സെക്സ് എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്ന് ഞാൻ അതാ എന്ന് ചോദിക്കുന്ന വീഡിയോ. അത് അങ്ങനെ ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണല്ലോ അവൻ ചോദിച്ചത്. അവൻ്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അവന് ചോദിക്കാൻ നിൽക്കുമോ? അവൻ എന്താ ചെയ്യുക? ഈ വേർഡ് അടിച്ചു കൊടുക്കും അല്ലേ. ഈ വേർഡ് അടിച്ചു കൊടുക്കുമ്പോൾ എന്ത് പറയും, കുറേ വീഡിയോസ് വരും, അവനത് കാണും. ഒരു പക്ഷേ അവൻ അതിൽ അഡിക്റ്റഡ് ആകാം. ചില കുട്ടികൾ അതിൽ നിന്ന് അവിടെ കളഞ്ഞു പോകാം, ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പോകാം. പക്ഷെ അതിലേക്ക് അഡിക്ഷൻ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഗെയിംസും അങ്ങനെയാണ്. എൻ്റെ മോനെ ഇതിൽ നിന്നെല്ലാം അങ്ങ് കംപ്ലീറ്റ്ലി മാറ്റി നിർത്തിയിരിക്കുന്നതെന്നല്ല. എൻ്റെ മോന് കളിക്കാൻ PS5 ഒക്കെ ഉണ്ട് വീട്ടിൽ. പക്ഷേ അതിനൊരു ലിമിറ്റും അവൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കുറേ ടൈമിങ്സും ഉണ്ട്. ആ ടൈമിങ്സ് വരുന്നത് നമ്മളോടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. പേടി എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഉള്ള പാരൻറ്റിങ്ങിൽ പേടിക്ക് വലിയ സ്ഥാനമില്ല. പേടിപ്പിച്ച് നിർത്തുന്ന അച്ഛൻ, അടിക്കുന്ന അമ്മ, ഒന്നും ഒരു സ്ഥാനമില്ല. റെസ്പോൺസിബിലിറ്റി, നമ്മളോടുള്ള ഉത്തരവാദിത്വം കുഞ്ഞിന്, അത് നമ്മൾ കുഞ്ഞിലേ നമ്മൾ നറിഷ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ. ജെൻസി എന്ന് പറഞ്ഞൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജെൻസി വെറും കിഡ്സ് ആയിരുന്നു പണ്ട്. അവരെ വളർത്തിയ പാരൻസ് ആണ് അതിന് കുറ്റക്കാർ എന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ടൈമില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കുട്ടിയെ വേണ്ടെന്ന് വെക്കുക, അതാണ് ബെസ്റ്റ്. അല്ലാതെ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലേ നിങ്ങൾ പരീക്ഷണ വസ്തുവാക്കാൻ ഇട്ട് കൊടുക്കരുത്. ആ കുഞ്ഞിന് പ്രോപ്പറായി ഗൈഡൻസ് കൊടുക്കും. നമ്മൾ എല്ലാ സാരിയും അങ്ങനെയല്ല. നമ്മളൊരു ജോലിക്ക് പോയാൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നു, നമ്മളതിനകത്ത് പെർഫെക്റ്റ് ആവാൻ നോക്കുന്നു, അവിടുത്തെ ഏറ്റവും നല്ല കറക്റ്റായിട്ടുള്ള വസ്ത്രം ഇട്ട് പോകുന്നു, ഏറ്റവും ഗാഡ്ഗറ്റ്സ് ഉപയോഗിക്കുന്നു അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് പ്രൊമോഷൻ വേണം, നമുക്ക് സാലറി കൂട്ടി കിട്ടണം, നമ്മൾക്ക് എല്ലാവരും ഇമ്പ്രഷൻ വേണം. ഇതേ സാധനം പാരൻറ്റിങ്ങിലും ഒന്ന് ചെറുതായിട്ട് ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ചേച്ചി പറഞ്ഞ നല്ല അച്ഛൻ നല്ല അമ്മ. കഴിഞ്ഞ ദിവസം ചേച്ചി മോന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അച്ഛനെ പറ്റി. എന്നിട്ട് ചേച്ചി തന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ പോലെ എനിക്കത് പറയുമ്പോൾ തന്നെ വിഷമം വരുന്നുണ്ട്. നമ്മളിപ്പോ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ജെൻസിയെ കുറിച്ച് കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ കുറ്റമല്ല കേട്ടോ, നമ്മൾ ഒരു ജെൻസിനെ നമ്മൾ കുറ്റം പറയുമ്പോൾ മാതാപിതാക്കളാണ് ഒരു വിധത്തിൽ അവരെ ഒന്ന് ട്രെയിൻ ചെയ്യിക്കേണ്ടത് എന്ന് പറഞ്ഞു. ചേച്ചി ഇതേ സാധനം ചേച്ചി നമ്മൾ ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു ശരിക്കും ആണുങ്ങളും കൂടെ പാഡ് എന്ന് കേൾക്കുന്നത് എപ്പോഴാണെന്നറിയോ? പ്രളയത്തിലാണ്. നമ്മുടെ മനസ്സിലായ പ്രളയത്തിന്റെ സമയത്താണ് പാഡ്സ് എന്നുള്ളത് കോമൺ ആയി യൂസ് ചെയ്യുന്നത്. കാരണം ആ പ്രളയത്തിന്റെ സമയത്ത് എന്തൊക്കെ സാധനം വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യകാലങ്ങളിലൊന്നും ആദ്യത്തെ 1 ദിവസങ്ങളിൽ മനസ്സിലായി. അപ്പോഴാണ് പെൺകുട്ടികൾ ഇങ്ങനെ പീരിയഡ്സ് ഉണ്ടാവുമെന്നും പാഡ്സ് വേണമെന്നും. അന്ന് ഏറ്റവും കൂടുതൽ ഈ പ്രളയവും ഈ കോവിഡും ഒക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ പിള്ളേരാണ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തത്. അതെ, അതായത് നമ്മളുടെ ഒരു ചെറുപ്പക്കാർ, അതായത് നമ്മുടെ ഒരു തലമുറയ്ക്ക് ശേഷമുള്ളൊരു തലമുറ. അതിന് മുന്നേ ഉള്ള നമ്മുടെ തലമുറകൾക്കൊക്കെ രക്ഷിക്കാൻ പോകാൻ പറ്റും. പക്ഷെ ഇവർ ഇരുന്നിടത്തിരുന്ന് എവിടെ ആൾക്കാരെ രക്ഷിക്കണമെന്നുള്ള ടെക്നോളജി വരെ കണ്ടെത്തി. അത് ഈ ഫോണിന്റെ തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് ഈ പറയുന്ന എങ്ങനെയാണ് നമുക്ക് അവരെ കമ്പാരിസൺ ചെയ്യാൻ പറ്റും? അല്ല, ഈ പറഞ്ഞ യുവാക്കൾ ജെൻസി എന്ന് പറയുന്നവരല്ല. ജെൻസി എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ചെറുപ്പക്കാരാണ്. ഇപ്പൊ വരുന്ന പിള്ളേർ അവര് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. അവർ നല്ല മിടുക്കരാണ്. ഈ പറഞ്ഞ യുവാക്കളെ പോലെ തന്നെ മിടുക്കരാണ് അവർ. ഇവർ പറയുന്നത് ജെൻസി മുഖത്ത് നോക്കില്ല. ഇപ്പോൾ ഒരു പൊതുവേ ഉള്ളതാണ് ജെൻസി ഇങ്ങനെ വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഫാഷൻ സെൻസ് ഒരിക്കലല്ല. ഇവർക്കെല്ലാം എമ്പത്തിയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പം എൻ്റെ മോന് 15 വയസ്സില്ലേ, അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം അതേ പ്രായത്തിലുള്ളവരല്ലേ. ഞാൻ പറയാമല്ലോ, പണ്ട് നമ്മൾ പറയില്ലേ, എല്ലാം ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ്, പെൺകുട്ടികൾക്ക് കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ വിവാഹശേഷം പെണ്ണ് മാത്രം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, ചെറുക്കൻ ചെയ്തു. ഇപ്പൊ എല്ലാ ആൺകുട്ടികളെയും ഞങ്ങൾ അമ്മമാര് പഠിപ്പിച്ച് കഴിഞ്ഞു ജോലി എടുക്കാൻ. പക്ഷെ അതേ സമയം അതേ പ്രായത്തിലുള്ള പെൺകുട്ടികളെ നിങ്ങൾ ജോലി എടുക്കണ്ട, നിങ്ങൾ പഠിച്ച് മിടുക്കരാവോ എന്ന് പറയുന്ന വീടുകളുണ്ട് ഇപ്പോൾ. അതും തെറ്റാണ്, രണ്ടും തെറ്റാണ്. ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. വാ തുറന്നാൽ വല്ലതും കിട്ടണം, വയറ്റിലേക്ക് പോകണം, അതിന് സ്വന്തമായി ഉണ്ടാക്കാൻ പഠിക്കണം. അതിൽ ആൺ പെൺ വ്യത്യാസം. എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ നന്നായിട്ട് അടുക്കളയിൽ കയറുമായിരുന്നു. ഫാദർ പ്രവാസിയാണ്, അതുകൊണ്ട് അവിടെയും ചെയ്യും. ഞങ്ങൾ ഒരുമിച്ചുള്ള അവിടെ ഉള്ളപ്പോഴും ഇവിടെ ഉള്ളപ്പോഴും ഒക്കെ വാപ്പ ചെയ്യും. എൻ്റെ ഹസ്ബൻഡിനും അങ്ങനെ ഒരു ബാറൊന്നും ഇല്ല. ഇതിന് എല്ലാവരും പറയുന്നൊരു ഹെൽപ്പ് ചെയ്യൽ, അങ്ങനെ ഒരു സംഭവം ഇല്ല അല്ലേ. എൻ്റെ വീട്ടിലെ കാര്യം ഇപ്പൊ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യം പുള്ളി ചെയ്യുന്നതിന് അതങ്ങനെ ഹെൽപ്പാവും അല്ല, അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജെൻസിയെ പറ്റി. ഇതൊക്കെ കണ്ടാണ് ജെൻസി വളരുന്നത്. ഈ ജെൻസി എന്ന് പറയുന്നവരുടെ പാരൻസ് കുറച്ചും കൂടെ മുമ്പോട്ട് വന്നവരാണ്. അതുകൊണ്ട് തന്നെ കണ്ടു വളരുന്നതുകൊണ്ട് അവർ കുറച്ചും കൂടെ എമ്പത്തി ഉള്ളവരാണെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ പൊതുവേ പറയുന്ന ജെൻസിയെ എല്ലാത്തിനും ജെൻസിക്ക് കുറ്റമാണ്. ജെൻസിയുടെ ഡ്രസ്സിന് കുറ്റമാണ്, ജെൻസിയുടെ ആറ്റിറ്റ്യൂഡിന് കിട്ടും, അവർ കാണുന്ന കൊറിയൻ മൂവീസിന് കുറ്റമാണ്. അതുപോലെ തന്നെ അവരെ
ആളുകളെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ചേച്ചി. അതായത് എക്സാക്ട്ലി അവര് മറ്റൊരാളുടെ കാര്യത്തിൽ കയറത്തില്ല. ഇല്ല, അവരുടെ ബൗണ്ടറി കീപ്പ് ചെയ്യാൻ അവർക്ക് അറിയാം. അതായത് എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർ വെൽ ബിഹേവ്ഡ് ആണ് ഒരു പബ്ലിക്കിൽ അല്ലേ. എന്നിട്ട് ജെൻസി എന്തിനാണ് അതിനെ തൊട്ട് കുറച്ചും കൂടെ മുമ്പുള്ള ഒരു ജനറേഷൻ ആയിരുന്നു കുറച്ച് ഈ പറഞ്ഞ എല്ലാം ഉള്ളത്. അവർക്കല്ല, കുറ്റം മുഴുവൻ ജെൻസിക്കാം. അവർക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത്, അത് അറിയില്ല എന്ന് പറയുമ്പോൾ അത് തിരുത്തി തരാൻ അവർ നിൽക്കില്ല. അത്രേ ഉള്ളൂ. അവർക്കറിയാം ഞങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ടതില്ല എന്നുള്ള ബോധമാണ്. അവർക്ക് മറ്റൊരാളുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ അവർ കൈ കടത്തത്തില്ല ഒരിക്കലും. അത് പാരന്റ്സ് ആണെങ്കിൽ പോലും ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവർക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ അറിയാം. പിന്നെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത് ആവശ്യവുമാണ്. തീർച്ചയായും. എന്ന് വെച്ചാൽ ഞാനത് പലപ്പോഴും ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ പിള്ളേരുടെ അത് പറയുമ്പോൾ ആരെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ചേച്ചി നോ ഡോണ്ട് ഡു, നമ്മളത് ചെയ്യരുത്. എന്തിന്? ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ മോൻ അടുത്തിരിക്കുന്നതിന് 15 ആണല്ലോ, അവന് വയസ്സ്, ജെൻസി ആണല്ലോ, ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും ഇവൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം പറയും ഉമ്മ എന്തിനാ പ്രഷർ കൂട്ടുന്നത്. ദാറ്റ് ഇസ് ഹിസ് ആറ്റിറ്റ്യൂഡ്. എന്തിന് അത് പറഞ്ഞു ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാതെയായി. ഞാൻ കൂളായിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷെ അവൻ അങ്ങനെ എന്നെ തിരുത്തി. ജെൻസിക്ക് അതിനൊക്കെ ഉള്ള കഴിവുണ്ട്. പിന്നെ അവരെല്ലാവരോടും പോയി കിടന്ന് ഒരുപാട് സംസാരിക്കത്തൊന്നും ഇല്ലായിരിക്കും ഒരു പക്ഷേ, അത്രേ ഉള്ളൂ. പിന്നെ അക്രമവാസന ജെൻസികളിൽ ചില സ്ഥലങ്ങൾ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ചേച്ചി പറഞ്ഞു പിള്ളേർക്ക് സാധാ ഫോൺ മേടിച്ചു കൊടുത്തത്. ചേച്ചി കോവിഡിന്റെ സമയത്ത് ഈ പറഞ്ഞ ആൻഡ്രോയിഡ് ഫോൺ ഞാൻ വരെയും കുറെ ആളുകളോട് ഇങ്ങനെ പൈസ മേടിച്ചിട്ട് കുറെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം അതേ ഒന്നും നടക്കുള്ളായിരുന്നു. അങ്ങനെയല്ലേ കുട്ടികൾ കൂടുതലും ഫോണിന്റെ ഒരു ഉപയോഗം തുടങ്ങി. അതെ, കുട്ടികൾ ഫോണിലേക്ക് കൂടുതലായിട്ട് കുട്ടികളെ പാരന്റ്സ് ഇരുത്തിയത് ആദ്യമായിട്ട് കോവിഡിന്റെ സമയത്ത് സ്കൂൾ അറ്റൻഡ് ചെയ്യാനാണ്. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് പോകുന്നത് ഒരു കാര്യത്തിനാണെങ്കിൽ അത് കഴിഞ്ഞെങ്കിൽ തിരിച്ചു വന്നാൽ പോരെ? അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് വേറെ പലതും ചെയ്യണോ? വേണ്ടല്ലോ. അത് നമുക്ക് തന്നെ, അതായത് പാരൻസിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എൻ്റെ മോനുമൊക്കെ ലാപ്ടോപ്പിലാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് 2 വർഷത്തോളം. പിന്നെ അത് കഴിഞ്ഞ് എന്തോ ഒരു സൂം മീറ്റ്, അത് ഒരു ചെറിയൊരു 7 തരം എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷമാണ് ഫോണിൽ കൂടെ ഉള്ള നോട്ട്സ് വരാൻ തുടങ്ങിയതും. അതിന് മുമ്പൊന്നും അതില്ലായിരുന്നു. ഫോണിൽ കൂടെ നോട്ട്സ് വരുന്നു, ഫോണിൽ കൂടെ എല്ലാം വരുന്നു. പണ്ട് ടൈപ്പ് ചെയ്ത് അഴിച്ചു വിട്ടിരുന്നതെല്ലാം ഫോണിൽ കൂടെ ആയി. അപ്പോൾ ഇതെല്ലാം പേരൻസ് അറിയേണ്ടതൊക്കെ, അതായത് പേരൻസിന് വേണ്ടി വിട്ടുതരുന്നതൊക്കെ കൂടെ പിള്ളേരുടെ ഫോണിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ പാരൻസ് എന്ന് പറയുന്ന കക്ഷികൾക്ക് കുട്ടികളിൽ ഒരു കണ്ണ് വേണമല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞ ഒരു 15 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫോണേ കൊടുക്കരുതെന്നാണ്. അത് ഓരോരുത്തരുടെ തീരുമാനമാണ്. ഇപ്പം അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും മോൾക്ക് 15 വയസ്സായി, ഇതുവരെ ഫോൺ കൊടുത്തിട്ടില്ല എന്ന് അവരിപ്പോൾ ഒരു പബ്ലിക്കിൽ ഒരു ഇതിന് പറഞ്ഞു. അത് അവരുടെ ഇഷ്ടം. എൻ്റെ മോന് കൊടുക്കാഞ്ഞത് ഞങ്ങളുടെ ഇഷ്ടം. അത് ഓരോ കുടുംബങ്ങളുടെ തീരുമാനമാണ്. ബേസിക്കലി കൊടുക്കരുത്. എനിക്ക് ഇപ്പം അറിയാമല്ലോ, ഒരു ഇത്രയും ഫോളോവേഴ്സൊക്കെ ഒരുപാട് മെസ്സേജസ് വരും കുട്ടികൾ. അതിൽ ഓരോരുത്തർ അയക്കുന്ന മെസ്സേജസ് കഴിഞ്ഞാൽ എത്ര നന്നായി ഞാൻ ഫോൺ കൊടുക്കാത്തതെന്നേ ഞാൻ വിചാരിക്കാറ്. ഓരോ ആൺകുട്ടികൾ ഇപ്പം നമ്മൾ തന്നെ കേട്ടല്ലോ, അമ്മമാരുടെ ഉൾപ്പെടെ ഫോട്ടോകൾ എടുത്തയച്ചു. അങ്ങനെ ഒരാൾ എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, അമ്മ. അവർ പറഞ്ഞത് അവരൊരിക്കൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബാത്റൂമിൻ്റെ കഥകിലൊരു ഹോള് കണ്ടു. വളരെ നല്ല കുഞ്ഞ്, നല്ല മോൻ, നല്ല പഠിക്കും, നല്ല അനുസരണശീലം. പക്ഷേ അവൻ അവിടെ ക്യാമറ വെച്ച് പിടിക്കുകയായിരുന്നു അമ്മയുടെ. അവർ അവർക്ക് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വന്നു. അച്ഛൻ വിദേശത്തെ ജോലി നിർത്തി വരേണ്ടി വന്നു. അങ്ങനെ ഒത്തിരി ഉണ്ട് അക്രമം ചെയ്യുന്ന, മാതാപിതാക്കളെ ആക്രമിക്കുന്ന. എവിടെ നിന്ന് കിട്ടി? ഡാർക്ക് വെബിൽ നിന്ന് കിട്ടിയതാണ് അമ്മയും അച്ഛനെ അടിക്കാൻ. അപ്പോൾ ഇതിലേക്കൊക്കെ പോകുന്നിടത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യണോ? അതേ ഉള്ളൂ എനിക്ക്. ഇപ്പോൾ ഫോൺ കൊടുക്കുന്നവരുണ്ടാവാം പല കാരണങ്ങൾ കൊണ്ടും. അത് പക്ഷെ നമ്മുടെ ഒരു ശ്രദ്ധ വേണം. ബാക്കി എല്ലാത്തിലും നമുക്ക് ശ്രദ്ധയില്ലേ? സ്കൂളിൽ പോകുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, ടോയ്ലറ്റിൽ കയറി കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, എന്ത് പറ്റി, മോനെ പോയപ്പോൾ കാലം ഇടിച്ചോ, സൈക്കിള് വീണോ, ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അവർ ഫോണിൽ ചെയ്യുന്നതിന് നമുക്ക് ഇച്ചിരി സമയം മാറ്റി വെച്ചാൽ എന്താണ്? അവർ ഇതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട്, അതിലേറെ മോശം കാര്യങ്ങളുമുണ്ട്. എപ്പോഴും നമുക്ക് ഈ മോശത്തിലേക്ക് പോകാൻ ആ പ്രായത്തിന് ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പം ഞാൻ കൊടുത്തത് കൊണ്ട്, ഞാൻ ഫോൺ കൊടുത്തില്ല അതുകൊണ്ട് അതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയില്ല. അങ്ങനെയൊന്നും ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവൻ ഈ യൂട്യൂബും എല്ലാം കാണുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും കാണാവുന്ന കോമൺ പ്ലേസിൽ വെച്ചിരിക്കുന്ന ടി വിയിലാണ് എന്നേ ഉള്ളൂ. എല്ലാവരും കാണുന്ന റീൽസും ഇതൊക്കെ എൻ്റെ മോനും കാണുന്നുണ്ട്, പക്ഷെ ടി വിയിലാണ്. ആ ടി വി ഞങ്ങളുടെ വീട്ടിൽ ഒരെണ്ണേ ഉള്ളൂ, കോമൺ പ്ലേസിൽ. അല്ലാതെ റൂം ബൈ റൂമിലൊന്നും വെച്ചിട്ടില്ല. ആ കോമൺ പ്ലേസിൽ ഒരു സാധനം വെച്ച് കാണുമ്പം ശരണ്യ കോമൺ ആയിട്ടിരുന്ന ഒരു സാധനം ഈ ഫോണിൽ ശരണ്യ മാത്രം എൻജോയ് ചെയ്യുന്ന പറഞ്ഞാൽ കോമൺ ആയിട്ട് കാണും അച്ഛൻ്റെ അമ്മയുടെ ഹസ്ബൻഡ് ഇല്ല. അത് ഉറപ്പാണ്. അതാണ് ഞങ്ങൾ എടുത്തു പറഞ്ഞത്. അത് ഫോൺ കൊടുത്തില്ല എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലുതായി അവന് ഫോൺ കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ അതിനകത്തേക്ക് ഉടനെ ചാടിപ്പോവാൻ ഇവൻ ഇതെല്ലാം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം, മാം എങ്ങനെ ഇനി തിരിച്ചു മേടിക്കാം? ഈ കൊടുത്തുപോയി, ഇനി അത് അത്ര ഈസി അല്ല അല്ലേ? ഒരിക്കൽ കൊടുത്തു പോയല്ലോ. ഈ കോവിഡ് വന്നപ്പോൾ പഠിക്കാൻ കൊടുത്ത സാധനം ഞങ്ങളും ഒക്കെ കൊടുത്തിരുന്നു, പക്ഷെ തിരിച്ചു മേടിച്ചു. ഇനി വന്ന് തിരിച്ചു മേടിക്കാൻ ഇത്രയും ആയി കഴിഞ്ഞ് തിരിച്ചു മേടിച്ചാൽ പല കുട്ടികളും അക്രമാസക്തരാണെന്ന്
അമ്മമാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പല പേര് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് പലതാണ്. കുറേ കാലം ഒരു സാധനം യൂസ് ചെയ്യാൻ കൊടുത്ത് അതിൻ്റെ രസത്തിൽ അവർ മുഴുകിക്കഴിഞ്ഞ് 10ാം ക്ലാസ്സായി ഇന്ന് മുതൽ ഫോണില്ലെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പം നമ്മൾ ഒരു കണ്ണും കാതും ഒക്കെ കുഞ്ഞുങ്ങളിലേക്കൊന്ന് തിരിച്ചു വെക്കുക, അതിനുള്ള സമയം കണ്ടെത്തുക, അതേ ഉള്ളൂ. ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. പാരന്റിങ്ങിൽ ഇങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല. നമ്മുടെ കുഞ്ഞിന്റെ ആ ഒരു ലെവൽ അറിഞ്ഞിട്ട് ഇപ്പൊ എന്റെ കുഞ്ഞിന് പടം വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ കുത്തി അടിച്ച് പടം വരപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെയാണ് ബാക്കി എല്ലാ കാര്യത്തിലും. എൻ്റെ കുഞ്ഞിന് ഇഷ്ടം ക്യുസിൽ പോകുന്നതാണെന്ന് കണ്ടാൽ ഞാൻ അതിനെയല്ലേ പരിപോഷിപ്പിച്ചു കൊടുക്കുന്നത്. അതിന് വരെ മാടാ മോനെ ഡാൻസ് കളിപ്പിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതേപോലെയാണ് ഇതിലും ഒക്കെ. അവനെ പതുക്കെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്കറിയാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ചേച്ചി, നമ്മൾ ചേച്ചിയുടെ ലാസ്റ്റ് റീലിനകത്ത് മോനോട് അച്ഛനെ കുറിച്ച് പറയുന്നൊരു സീൻ ഉണ്ടായിരുന്നു. 2 മില്യൺ എന്തോ കണ്ടു. എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തൊരു കാര്യമാണ്. കാരണം നമ്മൾ സിനിമയിൽ എല്ലാവരും പറയുന്നതും എപ്പോഴും മാതൃത്വം ഭയങ്കര മഹത്വവൽക്കരിച്ച് എന്ന് വെച്ചാൽ അത് മഹത്വവൽക്കരിക്കണ്ടെന്നല്ല, അതെ നമ്മളും അത് ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഈ കുഞ്ഞു ഭൂമിയിലേക്ക് ഒരു മാതാവ് മാത്രമല്ല കൊണ്ടുവരുന്നത്, പിതാവുണ്ട്, അതെല്ലാവരും. അപ്പം ഈ പ്രായത്തിൽ ആമ്പിള്ളേരോട് അച്ഛന്മാർ പറയുമ്പോൾ എടാ നീ പോവണ്ട എന്ന് പറയുമ്പോൾ ആ അച്ഛനെ ധിക്കരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഏജാണ് ഈ ടീനേജ്. അപ്പം അച്ഛനുമായിട്ട് അകലുന്നു, പല വീടുകളിൽ അച്ഛന്മാരായിട്ട് അകലുന്നത് ഈ ഒരു ഇതാണ്. അപ്പം ചേച്ചി പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഭയങ്കര ക്യാച്ചിങ് ആയിരുന്നു. അതായത് മോനെ അച്ഛൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇതെല്ലാം പഠിച്ചത്, അതാണ് നിന്നോട് പറയുന്നത്. അതായത് ശരി. അപ്പം ഞാൻ ചിന്തിച്ചു നോക്കി, ശരിയാ, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ഏതൊരാളും അവൻ്റെ 12-13 വയസ്സിൽ അവൻ്റെ അച്ഛൻ പറയുന്നത് കേൾക്കാതെ അവൻ്റെ ഇഷ്ടത്തിന് പോയി. തിരിച്ച് അവനൊരു മക്കളുണ്ടായപ്പോൾ അത് പറയുന്നൊരിതുണ്ട്. അതെന്താണ് അങ്ങനെ ഒരു കണ്ടന്റ്? അന്ന് ആ ഒരു കണ്ടന്റ് ഇടാൻ ഒരു പ്രത്യേകിച്ച് അന്നൊരു റീസൺ ഇല്ല. പക്ഷെ ഞാൻ ഇതിങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ട്. അച്ഛന്മാരോട് പ്രത്യേകിച്ച് ആൺകുട്ടികൾ കാണിക്കുന്ന ഡിസ്റ്റൻസിങ്. അപ്പോൾ അത് ഞങ്ങൾ ഒരിടത്ത് പോകാൻ ഇറങ്ങിയിരുന്നപ്പോൾ ഞാൻ എന്നെ മോനെ അവിടെ വിളിച്ചിരുത്തി അപ്പം പറഞ്ഞതാണ്, അല്ലാതെ അതിനകത്തൊരു പ്ലാനിങ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു, ഞാൻ വിതുമ്പിപ്പോയി. ഇപ്പം ഞാനാണ് ആൺകുട്ടിയല്ല, എനിക്ക് അച്ഛനോട് അങ്ങനെ അതല്ല. പക്ഷെ എന്തോ വിതുമ്പുമ്പോൾ എൻ്റെ മോൻ പെട്ടെന്ന് എന്ത് പറ്റുമ്മ അത് ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ അവന്, പക്ഷേ ആ ഒരു കാര്യം പറഞ്ഞപ്പം എൻ്റെ മോനെന്നല്ല ഏതൊരു കുഞ്ഞിനോട് ഒരു അമ്മ പറഞ്ഞു കൊടുത്താൽ അത് കൃത്യമായി കൊള്ളും. പക്ഷേ ഒരുപാട് അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ, അതായത് അമ്മയുടെ അച്ഛനോടുള്ള ഫ്രസ്ട്രേഷൻസ് തീർക്കുന്ന മോസ്റ്റ്ലി ആൺകുട്ടികളോട് പറഞ്ഞു തീർക്കുന്നത്. അതുകൊണ്ടോ എന്നെ കഴിച്ചത് കണ്ടു നോക്കുന്നുണ്ടോ, അതോ ആ പെൺകുട്ടികൾ കൂടുതൽ അച്ഛൻ സൈഡഡ് ആണ്. അതുപോലെ തന്നെയാണ് ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും കൂടുതൽ കുട്ടികളും അമ്മമാരുടെ കൂടെയാണ്. അപ്പം അച്ഛനെ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് അവൻ്റെ അച്ഛനാണ്. അച്ഛനെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ, അച്ഛനെ സ്നേഹിക്കണമെങ്കിൽ, അച്ഛനെ പറ്റി ഏത് നേരം കുറ്റം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. തിരിച്ച് അമ്മയെ പറ്റിയാണേലും പറ്റില്ലല്ലോ. അതേപോലെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു, പക്ഷെ അതിന് വല്ലാത്ത പറഞ്ഞ പോലെ എത്രയോ മില്യൺ പേര് കണ്ടിട്ടുണ്ട്. ഒരുപാട് പുരുഷന്മാർ വന്നിട്ട് അച്ഛന്മാർ വന്നിട്ട് എൻ്റെ വീട്ടിലെങ്ങനെ പറഞ്ഞു കൊടുത്തുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കും. പുരുഷന്മാർ ചിലപ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ട് നമ്മൾ പറയുന്ന പോലെ പറഞ്ഞെന്നിരിക്കില്ല. പക്ഷെ അവർക്കുമുണ്ട് എൻ്റെ മോനൊന്ന് എന്നെ കെട്ടിപ്പിടിച്ചിരുന്നെങ്കിലെന്ന്, എൻ്റെ മോനൊന്ന് എന്നോട് അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിലെന്ന് തോന്നുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു ബോണ്ടിങ്ങും ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ മാതൃത്വം പോലെ തന്നെ ഫാദർ സൺ ബോണ്ടിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ പേരൻസിൽ അച്ഛന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ള നമ്മുടെ ചിന്താഗതി എന്ന് വെച്ചാൽ മകൻ വളരും, മകനാണ് പിന്നീട് തണല് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് കുറെ കൂടെ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ആവണം എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ആണോ പെണ്ണോ കുട്ടി എന്ന്, അതായത് നിങ്ങൾ ഞങ്ങളെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. പാരന്റിങ്ങിൽ ഇപ്പൊ പറയുന്നത് ട്രെൻഡ് തന്നെ നിങ്ങളെ നോക്കുക. ഇപ്പൊ പറയുന്നത് പലരുടെയും നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ ഒരു കാരണം നമ്മുടെ ഈ പാരന്റിങ്ങിന്റെ മുന്നേ ഉള്ള നമുക്ക് തരുന്ന കുറച്ച് സാധനങ്ങൾ. അതായത് നിന്റെ ഭാര്യ കല്യാണം കഴിച്ചിട്ട് വന്നിട്ട് അമ്മേനെ അച്ഛനെ നോക്കണം, ഇല്ലെങ്കിൽ നീ വളർന്നതിന് ശേഷം നീ പെങ്ങളെ കെട്ടിക്കണം, ഇങ്ങനെ ഈ ആണുങ്ങൾക്ക് കുറെ കണ്ടീഷൻ കൊടുക്കാറുണ്ട്, എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അതായത് പാട്രിയാർക്കൽ സൊസൈറ്റി അവർക്ക് തന്നെ പാരയായ സ്ഥലം. ഇപ്പൊ ഈ കഴിഞ്ഞിട്ട് ഒരു റീല് ഞാൻ കണ്ടതാണോ അതോ സിനിമയാണോ ഞാൻ ഓർക്കുന്നില്ല. അതായത് ഒരു പെണ്ണ് പറയും നമ്മൾ സ്ത്രീധനം കൊടുത്തിട്ട് അതായത് മഴവിൽ മനോരമയിലെ ഒരു പ്രോഗ്രാം ചിരി ബമ്പർ ചിരിക്കാത്ത ആൻസി എന്ന് പറഞ്ഞ പെണ്ണ് ചെയ്തതിനകത്തൊരു ട്രോളാണ്. നമ്മൾ സ്ത്രീധനം കൊടുത്തിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. അത് അവര് നമ്മളെ വാങ്ങിക്കുക, അല്ല നമ്മൾ അവരെ വാങ്ങിക്കുക. ആ വാങ്ങിച്ച സാധനം നമ്മുടെ വീട്ടിൽ നിൽക്കുവോ? അതില്ല. നമ്മൾ അവരുടെ വീട്ടിൽ പോകാൻ വേണം, നമ്മളെ വേണ്ട പോലെ നോക്കുന്നില്ല. അതായത് ഒരു വലിയ സോഷ്യൽ സറ്റയർ ഒരു തമാശ പറഞ്ഞു. അതായത് നമ്മൾ കറക്റ്റ് അല്ലേ? നമ്മളൊക്കെ ഇപ്പോഴും നിൽക്കുന്ന ഈ സൊസൈറ്റിയിൽ
ഈ പറയുന്ന പേരൻറ്റിങ്, മുൻകാലത്തെ പേരൻറ്റിങ് നമ്മൾ ഒത്തിരി ട്രോമ ബോണ്ട് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പണ്ടൊക്കെ നമ്മളെ സ്കൂളിൽ അടിക്കുന്ന അടിയൊക്കെ ഓർക്കണില്ലേ? ഇന്ന് അതൊന്നും ചെയ്യാൻ കൂടെ പറ്റില്ല. കുട്ടികൾക്കുടെ മേലിൽ ഒന്നും അടിച്ച് ചെയ്യിക്കാൻ പറ്റില്ല. ഇപ്പം ഈ പറഞ്ഞ അച്ഛൻ മകൻ ബോണ്ടിങ്ങിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദ്യമായിട്ട് തോന്നിയത് ചേച്ചി പറഞ്ഞ ഡയലോഗിലെ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അവർ ആഗ്രഹിക്കുന്നുണ്ടത്. തീർച്ചയായിട്ടും അച്ഛന്മാരും ആഗ്രഹിക്കുന്നുണ്ട്. ആൺമക്കളിൽ നിന്നായാലും പെൺകുട്ടികളിൽ നിന്നാണെങ്കിലും. ഞാൻ ഈ അടുത്ത വേറൊരു വീഡിയോ ചെയ്തതിനകത്ത് ഞാൻ ഒന്ന് പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സ്ത്രീധനം അവർ കയ്യിൽ വെക്കുക. സ്ത്രീധനം മീൻസ് സ്വർണം, അത് കയ്യിൽ വെക്കുക. അത് നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങളുടെ അച്ഛൻ, അല്ലേ? അത് നിങ്ങളുടേതാണ്. അത് നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് കുടുംബമാണ്, ചിലപ്പോൾ വേണ്ടി വരും. ഒരു വീട് മേടിക്കാൻ ഭർത്താവുമായി അത്, അപ്പോൾ അതിൽ നിങ്ങളുടെയും കൂടെ പേരിടുക ആ വീട്ടിൽ. അതിൻ്റെ രണ്ടാമത് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ പെൺകുട്ടികൾക്ക് സ്ത്രീധനം, പിന്നെ ക്യാഷ്, പിന്നെ ഓഹരി ഒക്കെ കൊടുക്കുന്നുണ്ട്. അവർ പക്ഷേ പലരും തിരിച്ച് പാരൻസിനെ നോക്കാറില്ല ഇൻ ദ സെൻസ് വരിക കാണുക ആ നോട്ടമല്ല. ഒരു ആപത്ത് വന്നാൽ, ഒരു ഫിനാൻഷ്യൽ ആവശ്യം വന്നാൽ ആൺമക്കളാണ് സ്വന്തം അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ചിലവാക്കേണ്ടെന്നൊരു തോന്നൽ. ഇപ്പം മാറ്റമുണ്ട്. തീർച്ചയായിട്ടും മാറ്റമുണ്ട്. കാരണം എല്ലാവരും ഇവരെ പഠിപ്പിക്കും, പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീധനം എന്നല്ല, ഒരു സ്വർണം കൊടുക്കുന്നുണ്ട്, പണം കൊടുക്കുന്നുണ്ട്, സ്വത്ത് കൊടുക്കുന്നുണ്ട്. ആൺകുട്ടികൾക്ക് ബാക്കി വരുന്ന എന്തെങ്കിലും സ്വത്തുക്കളാണ് കിട്ടുക, അവരെയും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും പാരൻസ് ആൺകുട്ടികളെ മാത്രം റെസ്പോൺസിബിലിറ്റി ആവും. കാരണം ഇവിടെയാണല്ലോ അവർ നിൽക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഇത് രണ്ടുപേരും ഇതുമൊക്കെ ഈക്വലി ചെയ്യണം. ഈ തുല്യത എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇതിനുമൊക്കെ ഈ തുല്യത വരണം. ആങ്ങളയുടെ മാത്രം ഉത്തരവാദിത്തമല്ല അച്ഛനെ അമ്മയെ നോക്കാം, തീർച്ചയായും എന്റെയും കൂടെയാണ്. ആ ഒരു ബോധമൊക്കെ വരുന്നത് വളരെ നല്ലതാണ്, അല്ലേ? അതെ. ചേച്ചി ഇപ്പൊ കുടുംബ കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്, വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ചേച്ചി ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള ഡിവോഴ്സിനൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പേരൻറ്റിങ് അല്ലെങ്കിൽ ആ കുട്ടികൾ നേരിടുന്ന സംഘർഷം നമുക്ക് എങ്ങനെയാണ്? ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരാളെ അച്ഛനെ കുറിച്ച് സ്ഥിരം കുറ്റം പറഞ്ഞ് എങ്ങനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല. അതിന് നമുക്ക് എങ്ങനെയാണ്? ഇത് 2-3 തരമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, വളരെ ടോക്സിക്കായ അച്ഛന്മാർ, അതായത് മദ്യപാനം കൊണ്ടും അല്ലാത്ത കൊണ്ടും നോക്കുകയൊന്നുമില്ല. ഇവരെ ഈ അമ്മ കഷ്ടപ്പെട്ടായിരിക്കും ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കി വരുന്നത്. അപ്പോൾ അമ്മ നാച്ചുറലായിട്ട് കുറ്റമൊക്കെ പറഞ്ഞു പോകും. അല്ലെങ്കിലും അവർക്ക് ഒരു വിദ്വേഷമൊക്കെ തോന്നാം. അല്ലാത്തത് കൊണ്ട് ഇവർ തമ്മിൽ മാത്രം പ്രശ്നം, കുഞ്ഞുങ്ങളുമായിട്ട് പ്രശ്നമില്ല. എന്നിട്ടും ഇവർ പിരിയുന്നു. അപ്പോഴും അമ്മ അച്ഛനെ കുറ്റം പറയുന്നതും ഉണ്ട്. ഇത് രണ്ടും ഈ കുട്ടികളിൽ ഒരേ ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അച്ഛനോടുള്ള ദേഷ്യം, അച്ഛനൊരു ശത്രു, അച്ഛനോട് പോകാൻ ഇഷ്ടമില്ല. പക്ഷേ ആഫ്റ്റർ എ സെർട്ടൺ പോയിന്റ് ഈ അച്ഛനെന്ന് പറയുന്ന മഹത് വ്യക്തി ടോക്സിസിറ്റിയൊക്കെ ഉപേക്ഷിച്ച് പണമൊക്കെ ഉരിഞ്ഞ് പല്ലൊക്കെ കൊഴിഞ്ഞ് കഴിയുമ്പോൾ മക്കളെ ആഗ്രഹിക്കും. മക്കൾ അത് അന്നേരം കിട്ടില്ല. കാരണം പാരൻ്റായി ഇരിക്കാത്തിടത്തോളം കാലം കുട്ടിയായി തിരിച്ച് റെസ്പോണ്ട് ചെയ്യില്ല. ഇത് രണ്ടുമല്ലാതെ നല്ല രീതിയിൽ പിരിഞ്ഞ് കുഞ്ഞിനെ നോക്കുന്ന ഒത്തിരി, ഇപ്പം കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് കറക്റ്റായിട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു കക്ഷി, ഇത് കാണുന്നുണ്ടാവും, അവരുമായി ഞാൻ കൗൺസിലറുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ എഴുതിയിട്ടുണ്ട്, അവർ തമ്മിൽ കരാർ എഴുതിയിട്ടുണ്ട്, മോനെ ഇന്ന പോലെ കാണും, മോനെ ഇന്നത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ മീഡിയേറ്റർ എന്നോട് ചോദിച്ചു, പക്ഷേ ഈ കാണുന്ന പ്ലേസ് എഴുതിയിട്ടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മാഡം അതോർത്ത് ടെൻഷൻ ആവണ്ട, അവർ തമ്മിൽ പിരിഞ്ഞു എന്നേ ഉള്ളൂ, അവർ കുട്ടിക്ക് വേണ്ടി. അപ്പോൾ പെൺകൊച്ചു പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ കുട്ടിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ടു ദ ചൈൽഡ് ആൻഡ് യുവർ സെൽഫ്. അവർ വളരെ ഫ്രീ ആയിട്ടാണ് വരുന്നത്, രണ്ടുപേരും വരുന്നു ഒരേ കാറിൽ, എന്നെയും കൊണ്ടുപോകുന്നത്. അവർക്ക് തമ്മിൽ ശരിയാവുന്നില്ല, അത് ശരിയാണ്, രണ്ട് വ്യക്തികളാണ്. പക്ഷെ അവർക്ക് കുട്ടിയുമായിട്ട് അച്ഛൻ അമ്മ എന്നുള്ള ബന്ധം മാറുന്നില്ല, കുട്ടിയെ നോക്കുന്ന കാര്യത്തിൽ മാറുന്നില്ല. അമ്മയ്ക്ക് മെഡയിൽ കാശിൽ അച്ഛൻ അയച്ചു കൊടുക്കുന്നു. രണ്ടുപേരും രണ്ടായിട്ടാണ് ജീവിക്കുന്നത്, രണ്ട് സ്ഥലങ്ങളിലാണ്. പക്ഷേ അങ്ങനെ ഒരു ഇതിലേക്ക് യുവാക്കൾ, ഇനിയെങ്കിലുമുള്ള യുവാക്കൾ വന്നെത്തണം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. 10 പൈസ കൊടുക്കാതെ ഈ ഫുൾ സ്വർണവും കാശും കൊച്ചിനെയും നോക്കാതെ പോകുന്നു ഒത്തിരി പേര്. ഇതിൽ അലിമണിയുടെ കേസിൽ തന്നെ കുറെ പ്രശ്നങ്ങൾ. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അവർ രണ്ടുപേരും മ്യൂച്വലായിട്ട്, അതായത് രണ്ട് വ്യക്തികളാണ്, ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. അത് ആ കുഞ്ഞിനെയും ചിലപ്പോൾ ബാധിക്കും. ചിലപ്പോൾ രണ്ടിടത്ത് നിന്നാൽ മനോഹരമായിട്ട് നോക്കാൻ പറ്റും. അപ്പൊ പക്ഷേ പലരും ഡിവോഴ്സ് കൊടുക്കാത്ത, പല പുരുഷന്മാരും ഡിവോഴ്സ് കൊടുക്കാത്തത്, അല്ലെങ്കിൽ സ്ത്രീകൾ കൊടുക്കാത്ത, ഒന്നെങ്കിൽ അലിമണിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവനൊന്നും പോയി സുഖിക്കണ്ടെന്നുള്ള നമുക്കറിയാം. ചേച്ചിക്ക് എന്നെ കഴിഞ്ഞ് നന്നായിട്ട് അറിയാമല്ലോ. അങ്ങനെയുള്ളിടത്ത് പോലും കുട്ടികൾ സഫർ ചെയ്യും. കുട്ടികളാണ് സഫർ ചെയ്യുന്നത്. കുട്ടികളില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കുട്ടികൾ നന്നായി സഫർ ചെയ്യും. കാരണം ഈ പറയുന്ന സമയത്ത്, ഇതൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടി അമ്മയുടെ കൂടെ ആണെങ്കിൽ അമ്മയുടെ വീട്ടിലായിരിക്കാം. അമ്മ വേറെ താമസിക്കുകയാണെങ്കിൽ ഇത്രയില്ല, അമ്മയുടെ വീട്ടിലായിരിക്കാം. അവിടെ വേറെ കുട്ടികളും വേറെ ബന്ധുക്കളും ഒക്കെ ഉണ്ടാവും. ഇവിടെ എല്ലാം തട്ട് കിട്ടുന്നത് ഈ കുട്ടിക്കാണ്. ഈ മെൻ്റൽ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്ന പെൺമക്കളെയോ അല്ലെങ്കിൽ സഹോദരികളെയോ ഒന്നും എല്ലാവരും അങ്ങ് 100% മെൻ്റലി സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല ഈ സൊസൈറ്റിയിലും. അവർക്കും കുറേ ട്രോമ ഉണ്ട്, അവരുടെ കൂടെ വന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കും കുറേ ട്രോമ ഉണ്ട്. ഈ ട്രൊമാറ്റിക് മൂഡിൽ വളരുന്ന കുഞ്ഞുങ്ങൾ വലുതായിട്ട് ഭയങ്കര നല്ല അതാണോ എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ തന്നെ പാടില്ല. അവരുടെ ആ ട്രോമ അവരൊരു ബാഗേജ് പോലെ ക്യാരി ചെയ്ത് അവരുടെ ജീവിതത്തിലേക്കും കൊണ്ടുപോകും.
അല്ലേ? അവരെത്ര വിദ്യാഭ്യാസം നേടിയാലും ആ ബാഗേജുകൾ പലതരത്തിൽ അവരുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇത് നമ്മൾ ഈ വാശി വൈരാഗ്യം, രണ്ടുപേരും ബന്ധം പിരിയുമ്പോൾ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നവരല്ലേ, നമ്മൾ ഒന്നിച്ച് സ്നേഹിച്ചവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവരും ഒന്നിച്ച് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചവരും അല്ലേ. അപ്പം നമ്മൾ എന്തിനാണ് ശത്രുക്കളായിട്ട് പിരിയുന്നതെന്ന് ഇവരൊന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പം പുതിയ പിള്ളേർ ചിന്തിക്കുന്നുണ്ട്, അതാണ് നമ്മളിപ്പോൾ കോടതികളെ കാണുന്നത്. പക്ഷേ എല്ലാവരും അല്ല. ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞ അലിമണി പോലെ, അല്ലെങ്കിൽ കൊടുത്ത സ്വർണം പണം അതൊന്നും തിരിച്ചു കൊടുക്കില്ല, അത് ഞാൻ എടുത്തു, ഞാൻ തരില്ല, അങ്ങനത്തെ വാശികളും ഉണ്ട്. അലിമണി എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിരിക്കുന്നത് പണ്ട് മുതലേ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പം വിദേശത്തൊക്കെ ആണെങ്കിൽ ഈക്വൽ, അതായത് മൊത്ത സ്വത്തിൻ്റെ ഈക്വൽ പെണ്ണിനും ഈക്വൽ ഭർത്താവിനും. ഇവിടെ അങ്ങനൊന്നും ഇല്ലല്ലോ. ഇവിടെ അവൾക്ക് ജീവിക്കാനൊരു അതിനുവേണ്ടി കേസ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞതൊക്കെ വളരെ വളരെ ചെറിയൊരു മൈനോറിറ്റി നമ്പറാണ്. ഇനിയിപ്പോൾ എന്തിനു വേണ്ടി കേസ് കൊടുത്താലും മക്കളുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇതെല്ലാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് പിരിഞ്ഞില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത്, നന്നായിട്ട് പിരിഞ്ഞാൽ മക്കൾക്ക് അതാണ് നല്ലത്. ഈ രണ്ടും കൂടെ അടിയിട്ട് കിടക്കുന്നതിൻ്റെ ഇടയിൽ കിടന്ന് വളരുന്നതിനെക്കാട്ടി തീർച്ചയായിട്ടും നല്ലത് രണ്ട് സ്ഥലത്ത് നിന്ന്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മ അച്ഛൻ നിങ്ങൾ രണ്ടിടത്തൊന്നും ഡിവോഴ്സ് ചെയ്യുന്നതാണ് നല്ലതെന്ന് കുട്ടികൾ പറയുന്നുണ്ട്. ഇത് എല്ലാം കൊണ്ടും എല്ലാം ഇങ്ങനെ പറയുമ്പോഴും കുടുംബം എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും നല്ല എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇതൊക്കെ കണ്ടു വളർന്നിട്ട് കുട്ടികൾക്ക് വിവാഹം വേണ്ട, കുടുംബം വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആ ചോരത്തിളപ്പിൽ ആ ഒരു പ്രായത്തിൽ അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നോക്കാൻ ആൾ എന്നുള്ളതല്ല, ഷെയർ ചെയ്യാൻ. ഈ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നതാണ്, ഒരു കാര്യം പറഞ്ഞിട്ട് തോളിലോട്ടൊന്ന് കിടക്കാൻ കൊതി തോന്നിയിട്ടുണ്ട്, ആരുമില്ലല്ലോ. ഇതേ സംഭവം പിന്നെയും അങ്ങോട്ട് വരാം. കുഞ്ഞുങ്ങൾക്ക് വിവാഹം വേണ്ട, കുടുംബം വേണ്ട, പേടിയിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്. അതല്ല, ഓരോരുത്തർക്കും ഓരോ ലൈഫാണ്. നിങ്ങളുടെ മെൻ്റൽ മൈൻഡ് സെറ്റ് പോലെയാണ് നിങ്ങളുടെ ജീവിതം വരാൻ പോകുന്നത്. മനസ്സിലായി? കുടുംബമോ അല്ലെങ്കിൽ മാതൃത്വമോ അതൊന്നും വലിയ സംഭവമല്ലായിരിക്കാം, പക്ഷെ നമുക്കൊരാളുണ്ടാവുക, നമ്മളോട് ഷെയർ ചെയ്യപ്പെടുക. ചേച്ചി പറഞ്ഞാൽ തന്നെ നമുക്ക് കഴിവില്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞിനെ പോലെ, അത് നമ്മൾ ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ഒന്നാം പ്രതി നമ്മളാണ്. അത് ചെയ്യരുത്, ഒരു കുഞ്ഞിനോടും ദ്രോഹം ചെയ്യരുത്. ഒരു കാര്യം പറയട്ടെ, ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്സ് ഒക്കെ ഇപ്പോൾ വളരെ ഒരാൾ വേണമെന്നുള്ളത്, പക്ഷെ അതിനകത്തുള്ള ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണെന്നറിയോ? പിരിഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ നോ പറഞ്ഞാൽ ഉടനെ പീഡനമാകും. സ്ത്രീ നോ പറഞ്ഞാൽ നോയാണ്, പുരുഷൻ നോ പറഞ്ഞാൽ പീഡനമാകുന്നുണ്ട്. അത് നമ്മുടെ നിയമത്തിൻ്റെ കുറ്റമേ അല്ല. ഒരിക്കലും അതിനെ എല്ലാവരും വന്ന് നിയമത്തിൻ്റെ കുറ്റം പറയുന്ന, അങ്ങനെ ചെയ്തു പോകുന്ന, ശരിക്കും ചെയ്തു പോകുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. അത് വളച്ചൊടുക്കുകയാണ് അല്ലേ? അപ്പോൾ റിലേഷൻഷിപ്സിൽ പോകുമ്പോൾ അത് എവിടെ നിർത്തണം എന്നുള്ള ബൗണ്ടറീസും സെറ്റ് ചെയ്യാം. അതന്നെ ചേച്ചി, അത് ഏറ്റവും നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു കാലത്ത് നമ്മൾ ആരെ സഹായത്തിന്, അതൊരു പെണ്ണായിക്കോട്ടെ, ഒരു പുരുഷനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, നമ്മൾ ഒരാളിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്നേഹമായിരിക്കാം. ആ നിമിഷം നമ്മളെ ജീവിക്കാൻ അല്ലെങ്കിൽ ആ ബ്രീത്ത് എടുക്കാൻ, നമ്മൾ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് നമ്മൾ മറ്റൊരാളുടെ സഹായം തേടുന്നത്. ആ സ്റ്റക്കായെടുത്ത് ബ്രീത്ത് എടുക്കാൻ സഹായിച്ച ഒരാളോട് എന്തിൻ്റെ പേരിലാണെങ്കിലും പക പോക്കുക എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിപ്പോൾ ഒരു ട്രെൻഡാണ്. പക്ഷേ എനിക്കത്, കാരണം ഞാൻ മുന്നോട്ട് പോയത് ഇവരും കൂടെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരാളൊരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഈ ചാപ്റ്റർ കൂടെ വായിച്ചാലേ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ പറ്റും. ജമ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. ആ കാലഘട്ടം ഞങ്ങൾ അവിടെ തന്നെ എഴുതപ്പെട്ടതാണ്. ആ എഴുതപ്പെട്ട ചാപ്റ്റർ അങ്ങനെ തന്നെ ഉണ്ടാകും. അത് ചിലപ്പോൾ നല്ലതായിരിക്കാം, മോശമായിരിക്കാം. പക്ഷെ മാനുഷികമായിട്ട് മനുഷ്യനാണ്, തെറ്റുപറ്റും, ക്ഷമിക്കുക, സഹിക്കുക, ഇതൊക്കെ ഒന്നിച്ച് പോവുക. എന്തായാലും ചേച്ചി ഞങ്ങളുടെ ചാനലിൽ വന്ന് കുറേ നേരം സംസാരിച്ചതിന്, കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷം. ശരണ്യെ ഞാൻ ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ ശരണ്യയുടെ കാണുന്നത്, ഒരു കുട്ടി നന്നായിട്ട് തയ്ക്കുന്ന ഒരു കുട്ടി. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയൊരു ആങ്കറാണ്. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അന്ന് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ അങ്ങനെ ഒരു കുട്ടിയെ അത് പുറം ലോകം കാണിച്ചത് ശരണ്യായിരുന്നു. അതുപോലെ പിന്നെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ആ ഒരു സംഭവം ഞാൻ മറക്കത്തില്ല. ഓക്കെ ചേച്ചി, അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ കരിയറിൽ ഇങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റേജിലൊക്കെ വന്നപ്പോൾ ഉള്ള ഒരു ഇന്റർവ്യൂസ് ആണ്. ഇപ്പോഴും എനിക്കിഷ്ടമാണ് ആളുകളെ കേൾക്കാൻ, അതേപോലെ തന്നെ ചോദിക്കാനും ഇഷ്ടമാണ്. പക്ഷേ കുരുട്ടി ചോദ്യമൊന്നുമില്ല, നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങളുണ്ടല്ലോ, നമ്മളെല്ലാം തികഞ്ഞവരല്ലല്ലോ. അപ്പൊ അതാണ് നമ്മൾ ഡിസ്കസ്. ഞാൻ പിന്നെ എപ്പോഴും ആലോചിക്കാം, എൻ്റെ ചാനൽ ഈ പറഞ്ഞതിൽ ഒരു വലിയ ഫാക്ട് ഉണ്ട്. ആരും എല്ലാം തികഞ്ഞവരല്ല, എല്ലാവർക്കും അവരവരുടേതായ ഫോൾസ് ഉണ്ടാവും. അത് നമ്മളാണ് ആദ്യം മനസ്സിലാക്കേണ്ടതെന്നേ ഉള്ളൂ. എൻ്റെ ഫോൾട്ട്, എൻ്റെ കുറവ് എനിക്ക് എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഞാനിത് ഇല്ലല്ലോ, ഇത് ഞാൻ ശരിയാ വരില്ല. ഈ ഞാൻ ശരിയായിൽ നിന്ന് വാശി വരുന്നു, വാശിയിൽ നിന്ന് ബന്ധങ്ങൾ തകരും. തീർച്ചയായും ഇതിലെപ്പോഴും പെട്ടുപോകുന്നത് കുഞ്ഞുങ്ങളാണ്. അതെ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു പക്ഷേ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പോൾ 12 വർഷമായി ഞാൻ കല്യാണം കഴിഞ്ഞിട്ട്. എനിക്ക് പ്ലാനൊന്നുമില്ല. ഞാനിപ്പോൾ എനിക്കൊരു
കുഞ്ഞില്ലാത്തതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ആസ് എ പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഞാൻ ഒറ്റയ്ക്ക് ബാരിയർ ചെയ്താൽ മതിയല്ലോ, ഒറ്റയ്ക്ക് ഞാൻ ഈ പറയുന്നതല്ല തിന്നില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണല്ലോ, മറ്റേത് അതിനും കൂടെ വേണമല്ലോ. ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്താണ് ചേച്ചി കണ്ടതിൽ, പരിചയപ്പെട്ടതിൽ, സംസാരിച്ചതിൽ ഭയങ്കര സന്തോഷം. ഒരിക്കലും ഒരു ഫാമിലി ഇൻ്റർവ്യൂ തരണം. താങ്ക് യു. താങ്ക് യു. ആ വെച്ചാ